ഗുഡ് മോർണിംഗ് ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ BCA ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ BCS 111 കമ്പ്യൂട്ടർ ബേസിക് ആൻഡ് PC സോഫ്റ്റ്വെയറിൻ്റെ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കുമ്പോൾ നമുക്കറിയാം 100 മാർക്സിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 3 hours എക്സാമാണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇസ് കമ്പൽസറി ആണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് കമ്പൽസറി ആണ്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ആ ക്വസ്റ്റിന് 40 മാർക്കാണ്. ഓക്കെ, ഇനി നമുക്കുള്ളത് 3 ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 3 എണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ബാക്കി 4 എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ഏതെങ്കിലും 2 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി 3 ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളതിന് അറ്റംപ്റ്റ് ചെയ്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 40 മാർക്സ് ആണ് വരുന്നത്. അതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കൺവേർഷനാണ്. നമ്പർ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന സെക്കൻഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 4 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ അതിലിത് ഫസ്റ്റ് 124.5 ഡെസിമൽ നമ്പറാണ്. അതിനെ ഡെസിമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് 10 എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയേക്കല്ല, പകരം അവരെന്താ ചെയ്തിരിക്കുന്നത്, ഡെസിമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഡെസിമൽ സിസ്റ്റത്തിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ബൈനറി നമ്പറാണ് തന്നിട്ട് നിങ്ങൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഹെക്സാ ഡെസിമലിലേക്ക്. നമുക്ക് ഇവിടേക്ക് നോക്കട്ടെ, അത് നല്ലത്. ബൈനറി നമ്പർ തന്നിട്ട് അതിനെ നിങ്ങൾ ഒരു ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഒരു ഹെക്സാ ഡെസിമൽ നമ്പർ തന്നിട്ട് നിങ്ങൾ അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടൽ തന്നിട്ട് ഡെസിമൽ തന്നിട്ടുണ്ട്, ബൈനറി ടു ഡെസിമൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും 4 എണ്ണം 40 മാർക്കാണ് നമുക്ക് എക്വയർ ചെയ്യേണ്ടുള്ളൂ അതിന്, ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ 4 എണ്ണം നിങ്ങൾ ചെയ്യും. അപ്പോൾ ഏതൊക്കെ നോക്കിയാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു, 124.5 അണ്ടർ ബേസ് 10. ഇതൊന്ന് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മെത്തേഡ് അറിയാം, എന്താണ്, കണ്ടിന്യൂസ് ഡിവിഷൻ ആണ് ചെയ്യുക അല്ലേ. 124നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യും. അപ്പോൾ 6 2 കിട്ടും, റിമൈൻഡർ 0. എഗെയിൻ ചെയ്യുക 3 1, റിമൈൻഡർ 0. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 15 കിട്ടും നമുക്ക്, റിമൈൻഡർ 1 കിട്ടും. 2 ചെയ്യുമ്പോൾ 7 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. 2 ചെയ്യും 3 കിട്ടും, 1 കിട്ടും. എഗെയിൻ 2 കിട്ടും, 1 × 2 1 വരും. ഇപ്പം നമ്മുടെ ആൻസറായി. ഇനി എന്ത് ചെയ്യുക, ഇതിനെ മുകളിലോട്ട് എടുത്ത് എഴുതുക. എങ്ങനെയാണ് നമ്മൾ എഴുതുക, 124ന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, എന്താ നമ്മൾ കൊടുക്കുക, ഇതാ 1 1 1 5 1 വരുന്നുണ്ട് കേട്ടോ. 5 1 5 1 2 0 പോയിൻറ്റ്. ഇനി എന്തുണ്ട് നമുക്ക്, ഇപ്പം ആൻസർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ബാക്കി ഒരു 0.5 കൂടി ഉണ്ട്. 0.5നെ ഡിവിഷൻ അല്ല ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 0.5 × 2 ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1.0 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ ഇപ്പം ആൻസർ വരിക എന്താണ്, ഇവിടെ 1 ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. പോയിന്റിന് ഇപ്പുറത്തുള്ള കാര്യമാണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുക. അപ്പുറത്തുള്ളത് അടുത്ത കാര്യത്തിന് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ പോയിന്റിന് കഴിഞ്ഞ് 0 ആണ്. അപ്പോൾ 0 × 2 എന്താ വരിക, 0 തന്നെയാണ് വരിക. അപ്പോൾ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സെക്ഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. 1 ആണ് പോയിന്റിന് ശേഷം വരിക. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഒരു നമ്പറിനെ ഡെസിമലിൽ തന്ന നമ്പറിനെ ബൈനറിയിലേക്ക് ആക്കാൻ ചെയ്യുന്ന മെത്തേഡാണ്. കണ്ടിന്യൂസ് ഡിവിഷനാണ് ചെയ്യുക. പോയിന്റിന് അപ്പുറത്തേക്കുള്ള നമ്പർ ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അത് ഏതുവരെ ചെയ്യണം, പോയിന്റിന് ശേഷം 0 കിട്ടുന്ന വരെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ എന്ത് വന്നു, 0 വന്നു. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ ഇതാന്ന് പറഞ്ഞിട്ട് എഴുതുക മാത്രം ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ, 4 ബിറ്റ് ആക്കിയിട്ട് അതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓക്കെ, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ആയിട്ട് വരുന്നത്.
എന്താ പറയുക 4 ബിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 ബിറ്റ് ഗ്രൂപ്പ് ചെയ്യുക. ആ 4 ബിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ 4 ബിറ്റിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം, ആ നമ്പർ കൺവേർട്ട് ചെയ്യാം. അല്ലാതെ വേറെ കൺവേർഷൻ മെത്തേഡൊന്നും നിങ്ങൾ കാണാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 ബിറ്റ് ഗ്രൂപ്പ് ആക്കിയതാണ് ഇത്. അതിൽ ആദ്യത്തെ ഡിജിറ്റ് ഏതാ, 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇറ്റ് ഇസ് എ ആണ് 10. അടുത്ത നമ്പർ എത്രയാണ്, 0110 ആണ്. 0110 എന്ന് പറഞ്ഞാൽ എത്ര, 6 ആണ്. ഓക്കെ, അടുത്തത് 1101 ആണ്, അതെന്താണ്, ഡി ആണ്. അപ്പോൾ എങ്ങനെ എഴുതുക നിങ്ങൾ, D6A/16. നിങ്ങൾ ബേസ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ CBA, അത് ഹെക്സാഡെസിമലിലുള്ള നമ്പറാണ്. അതിനെ നമ്മൾ എവിടേക്ക് കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സിയുടെ കറസ്പോണ്ടിങ് ഹെക്സ കോഡ് അറിയാം നിങ്ങൾക്ക്, ബിയുടെ കറസ്പോണ്ടിങ് അറിയാം, എയുടെ കറസ്പോണ്ടിങ് അറിയാം. ഇതെല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ എന്തായി, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലായി. 4 ബിറ്റ് ഫോമിലാണ് എഴുതാൻ. അപ്പോൾ സിയുടെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ 1100 ആണ് വരിക, ബൈനറി വരിക. അതുപോലെ ബി എന്ന് പറഞ്ഞ ഹെക്സാഡെസിമലിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എത്ര വരിക, 1011. എയുടെ 1010. അപ്പോൾ എയുടെ ആദ്യത്തെ ക്വസ്റ്റിനും 1010 തന്നെയാണ് വന്നത്, അത് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താ എഴുതുക, ഇനി സിയുടെ ആദ്യം എഴുതുക, അടുത്തത് ബിയുടെ എഴുതുക, പിന്നെ എയുടെ എഴുതുക, എന്നിട്ട് അണ്ടർ ബേസ് 2 എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ആൻസർ ടു ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 5782 ഡെസിമൽ ആണ്. 578 എന്ന് പറഞ്ഞാൽ ഒക്ടയിലുള്ള ഒരു നമ്പറിനെ നിങ്ങൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, ഒരു നമ്പറിനെ അതിൻ്റെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്, അതിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, 4 × 8⁻0 പ്ലസ് 7 × 8⁻1 പ്ലസ് 5 × 8⁻2 ഇതങ്ങ് ചെയ്ത ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 8² എന്ന് പറഞ്ഞാൽ 64 ആണ്. 5 × 64 പ്ലസ് 7 × 8 56 പ്ലസ് 4 × 8⁻0 പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 4, അതെന്താ ആൻസർ വരിക, 320 പ്ലസ് ഇത് കിട്ടുമ്പോൾ 60, അപ്പോൾ 380 ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അടുത്തത് ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിനെ ഡെസിമൽ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈനറീനെ ഡെസിമൽ ആക്കാൻ എന്താ ചെയ്യുക, 2ൻ്റെ പവർ കൊണ്ട് എന്ത് ചെയ്യുക, 2ൻ്റെ റാഡിക്സ് വെച്ചിട്ട് ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെസിമലിലേക്ക് ആവും. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ നിന്ന് തൊട്ടിട്ട് നിങ്ങൾ തുടങ്ങുക, 1 × 2⁻0, 0 × 2⁻1, 1 × 2², 0 × 2³ 1 × 2⁻4. ഇതിൻ്റെ എത്ര വരിക, 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 16 × 1. അടുത്തത് 0 ആയ കാരണം ആ ടേം പിന്നെ നമ്മൾ നോക്കണ്ട, അത് 0 ആണ് വരിക. അടുത്ത് 1 × 4 വരും, 0 × 2, 1 × 1. ടോട്ടൽ നമുക്ക് കിട്ടുക 21. 21 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തിങ്ങനെ എഴുതണം, അണ്ടർ 10 എന്നുള്ളത് ബേസിൽ കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഏതാണ്, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയുടെ ബേസിൽ കമ്പ്യൂട്ടറിൻ്റെ ടൈപ്സ് പറയാനാണ്. ഏത് ടെക്നോളജിയാണ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് 3 ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് സിഗ്നൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് അനലോഗ്. ഓക്കെ, പിന്നെ അതിൽ കണ്ടിന്യൂസ് സിഗ്നൽസ് ആണ്, എക്സാമ്പിൾ അനലോഗ് ക്ലോക്ക്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. പിന്നെ അപ്രോക്സിമേറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുക, ഒരു ലിമിറ്റഡ് പ്രിസിഷൻ വെച്ചിട്ടാണ് നമ്മുടെ റിസൾട്ട് കിട്ടുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാൽക്കുലേറ്റ് ചെയ്യാം, വോൾട്ടേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ അനലോഗ് ക്ലോക്ക് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഇനി അതിൻ്റെ ഇതിൻ്റെ ഫോമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടതാ, ഇങ്ങനെയായിരിക്കും, വേവ് ഫോമിലായിരിക്കും. ഇവിടെയാണെങ്കിൽ ഡിസ്ക്രീറ്റ് ഫോമിലാണ് ഡാറ്റ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിസ്ക്രീറ്റ് ടൈപ്പിലാവും വാല്യൂ ഉണ്ടാവുക, 0s and 1s ആണ്. നമ്മൾ അരിത്തമെറ്റിക് ലോജിക്കൽ കാൽക്കുലേഷനൊക്കെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക ഡിജിറ്റലിലാണ്. അതുപോലെ ഡാറ്റയ്ക്ക് ഡീഗ്രേഡേഷൻ ഒന്നും വരില്ല, അതൊക്കെ ഡിജിറ്റലിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പിന്നെ വലിയ പറയുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്ത് പറയുന്നത്, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിന് ഡിജിറ്റലിനെ അനലോഗ് ആക്കാനും പറ്റും, അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ആക്കാനും ആർക്ക് പറ്റും, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിന് കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ,
നമ്മൾ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സ്റ്റിമുലേഷനിലൊക്കെ യൂസ് ചെയ്യുക ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അതിലൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക ഏതായിരിക്കും? ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുക. കാരണം നമുക്ക് അവിടെ രണ്ടിൻ്റെയും പർപ്പസ് വരും. അനലോഗ് ടു ഡിജിറ്റലും ആക്കണം, ഡിജിറ്റൽ ടു അനലോഗും ആക്കണം. ഓക്കെ, അതാണ് ബി ക്വസ്റ്റ്യൻ വരുന്നത്. സി ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് മെമ്മറി ഓഫ് ദി കമ്പ്യൂട്ടർ. എന്തിനാണ് മെമ്മറി യൂസ് ചെയ്യണത്? ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ഇറ്റ്സ് നീഡ്സ് ആൻഡ് ടൈപ്സ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റിന് 4 മാർക്കായിരുന്നു കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് മെമ്മറി ഓഫ് ദി കമ്പ്യൂട്ടർ. എക്സ്പ്ലെയിൻ ഇറ്റ്സ് നീഡ്സ് ആണ്, നീഡ് ആൻഡ് ടൈപ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് 6 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് മെമ്മറി എന്തിനാണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. മെമ്മറി എന്തിനായിരിക്കും? മെമ്മറി എന്തിനാണ്? നമ്മുടെ CPU-യും മെമ്മറിയും തമ്മിലുള്ള, മെമ്മറി എന്ന് വെച്ചാൽ സ്റ്റോറേജും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് എന്ത് പറയുന്നത്? മെമ്മറി അല്ലേ? CPU-യും സ്റ്റോറേജും തമ്മിലുള്ള ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെമ്മറി എന്ന് വിളിക്കുന്നത്. അതുപോലെ നമുക്ക് ഡാറ്റയും പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളതാണ് എന്ത്? മെമ്മറി എന്ന് പറയുന്നത്. മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ പ്രോഗ്രാംസിൻ്റെ ഡാറ്റ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പററി വർക്ക് സ്പേസ് ആയിട്ട് മെമ്മറി വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാഷ്, നമുക്ക് ഡാറ്റ ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്ന ഡാറ്റ എവിടെ അവൈലബിൾ ആയിരിക്കും? ക്യാഷിൽ അവൈലബിൾ ആയിരിക്കും. ഇനി മെമ്മറി ടൈപ്സ് പറയുമ്പോൾ നമ്മൾ 2 പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറിയാണ് പറയുക. പ്രൈമറിയിൽ എന്തുണ്ട്? റാം, റോം ഒക്കെ ഉണ്ട്. അതിൽ റാം എന്താണ്? വോളട്ടൈലാണ്, ടെമ്പററി സ്റ്റോറേജ് ആണ്. റോം എന്ന് പറഞ്ഞത് എന്താണ്? നോൺ വോളട്ടൈലാണ്, പെർമനൻറ്റ് ഡാറ്റ സ്റ്റോറേജ് ആണ്. പിന്നെ റാമിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാം, റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. ഇനി സെക്കൻഡറിയിൽ ഈ റോമിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. റോമിലും പല ടൈപ്പ് വരുന്നുണ്ട്. സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. അതുപോലെ റോം, പി റോം, ഇ പ്രോം, ഇ പ്രോം ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഓക്കെ, സെക്കൻഡറിയിൽ വരുന്നത് ഹാർഡ് ഡിസ്കും ഫ്ലാഷ് SSD ഒക്കെയാണ്. അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് ആണ്, മറ്റേത് ഫ്ലാഷ് ബേസ്ഡ് സ്റ്റോറേജ് ആണ്. ഫ്ലാഷ് മെമ്മറി യൂസ് ചെയ്തിട്ടാണ് സ്റ്റോറേജ് നടത്തുക. അതുപോലെ ഒപ്റ്റിക്കൽ മെമ്മറി ഉണ്ട് സെക്കൻഡറിയിൽ വരുന്നത്. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ലേസർ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ ചെയ്യുന്നതെങ്കിൽ അത് ഒപ്റ്റിക്കലാണ്. CD, DVD ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ബ്ലൂറേ ഡിസ്ക് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ ക്യാഷിനെ കുറിച്ചാണ് ഇവിടെ പറയാം നിങ്ങൾക്ക്. ക്യാഷ് മെമ്മറി ഉണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന CPU-ൻ്റെ ഉള്ളിലുള്ള മെമ്മറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാഷ് മെമ്മറി എന്ന് വിളിക്കുക. സൈസ് വളരെ ചെറുതായിരിക്കും. പിന്നെ അതിന് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 എപ്പോഴും CPU-ൻ്റെ ഉള്ളിലായിരിക്കും, ബാക്കി 2 പുറത്തുള്ള പ്രൈമറി മെമ്മറിയുടെ ഭാഗമായിട്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ഒരു മെമ്മറിയുടെ ടൈപ്പും അതിനെക്കുറിച്ചുള്ള ക്ലാസിഫിക്കേഷനൊക്കെ ചോദിച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വർക്കിംഗ് ഓഫ് ദി എക്സൽ ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ്? ലെഫ്റ്റ്, എച്ച് ലുക്കപ്പ്, മാച്ച്, കോൺകാറ്റനേറ്റ്, നൗ, സം. ഓക്കെ, ഇതൊക്കെ എക്സലിൻ്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കൗണ്ട് ഇഫ് അതൊരു കണ്ടീഷൻ്റെ ബേസിൽ നമുക്ക് കൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എന്താണ് എലമെൻസിനെ കാണാൻ വേണ്ടി, ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇഫ് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? എന്തെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇഫ് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് കൗണ്ടാണ് റിസൾട്ട് കിട്ടുക എന്ന് വെച്ചാൽ എണ്ണം കിട്ടും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്ലനേഷനൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ സിൻടാക്സ് എഴുതുക, ഒരു എക്സാമ്പിളും കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കൗണ്ട് ഇഫ് റേഞ്ച് ക്രൈറ്റീരിയ. റേഞ്ച് എന്ന് പറയുന്നത് സെല്ലിൻ്റെ അഡ്രസ്സ്, എവിടെ തൊട്ടിട്ട് ഏത് വരെയുള്ള സെല്ലിൻ്റെയാണ് കൗണ്ട് കിട്ടേണ്ടത്. പിന്നെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൗണ്ട് സെൽസ് മീറ്റ് എ സ്പെസിഫിക് കണ്ടീഷൻ. കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്പർ കൗണ്ട് ചെയ്യും, ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കി നോക്കുക. കൗണ്ട് ഇഫ് A1 to A10 ഗ്രേറ്റർ ദാൻ 50 എന്ന് വെച്ചാൽ A1 തൊട്ട് A10 വരെയുള്ള വാല്യൂസ് 50യേക്കാളും എബവ് ആണെങ്കിൽ മാത്രം കൗണ്ട് ചെയ്താൽ മതി. അല്ലാത്ത നമ്പേഴ്സിനെയൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് കൗണ്ട് ഇഫ് വരിക. അടുത്തൊരെണ്ണം സ്ട്രിങ്ങുമായിട്ട് ക്യാരക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫംഗ്ഷൻ, സ്ട്രിങ് ഫംഗ്ഷനാണ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിന്ന് എനിക്ക് ലെഫ്റ്റിലത്തെ 4 ക്യാരക്ടേഴ്സ് കിട്ടണം. അങ്ങനെ ഇപ്പം എനിക്ക് ഗുഡ് മാത്രം ഇതിന്ന് കിട്ടണം. അതിന് ഞാൻ എന്ത് ഫംഗ്ഷനെ യൂസ് ചെയ്യുക? ലെഫ്റ്റ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്യാരക്ടേഴ്സാണ് അതിനെ റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ലെഫ്റ്റ് ഈ ടെക്സ്റ്റ്, ഇതെന്താണെങ്കിൽ ടെക്സ്റ്റ് ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്താൽ വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് 4 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഗുഡാണ്. ഓക്കെ, ഇവിടെ അവർ ലെഫ്റ്റ് കമ്പ്യൂട്ടർ 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ COMP ആണ് റിട്ടേൺ ചെയ്യുക.
അപ്പോൾ ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലെഫ്റ്റ്. സിൻടാക്സ് ആണ് ലെഫ്റ്റ് ടെക്സ്റ്റ് കോമ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അതാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ. എച്ച് ലുക്കപ്പ് ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്നാണ്. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന വാല്യൂസ് ആണ്. സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എച്ച് ലുക്കപ്പ് അല്ലെങ്കിൽ ലുക്കപ്പ് ഫംഗ്ഷൻ. 2 തരത്തിലുണ്ട്, എച്ച് ലുക്കപ്പ് ഉണ്ട്, വി ലുക്കപ്പ് ഉണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ റോസിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, സെർച്ച് ഫോർ എ വാല്യൂ ഇൻ ദ ടോപ്പ് ഓഫ് എ റോ. ടേബിളിലെ റോന്ന് നമുക്ക് എന്തെങ്കിലും ഡാറ്റ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു കോളത്തിലെ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യുക. സിൻടാക്സ് എന്താ വരുന്നത്? ലുക്കപ്പ് ചെയ്യാനുള്ള വാല്യൂ ഏത് ടേബിളിൽ നിന്നാണ്, ഏത് റോയുടെ വാല്യൂ, ഇൻഡെക്സ് സെർച്ച് ചെയ്യുന്ന റോയുടെ വാല്യൂ ഏതാണ്, ഇങ്ങനെയാണ് നമ്മൾ സിൻടാക്സ് കൊടുക്കുക. അടുത്തത് വരുന്നത് മാച്ച് ഫംഗ്ഷൻ ആണ്. മാച്ചും സെയിം നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യണത് ഫംഗ്ഷൻ തന്നെയാണ് മാച്ച് എന്നുള്ള ഫംഗ്ഷനും വരുന്നത്. മാച്ച് എന്താണ് ചെയ്യുന്നത്? മാച്ച് ലുക്കപ്പ് വാല്യൂ, ലുക്കപ്പ് അറേ, മാച്ച് ടൈപ്പ് തന്നെയാണ് അതിലും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കുക നിങ്ങൾ. മാച്ച് ആപ്പിളാണ് എനിക്ക് മാച്ച് ചെയ്യേണ്ടത്. A1 to A5 വരെയാണ് മാച്ച്. മാച്ചിൻ്റെ ടൈപ്പ് 0 എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് 0. ഓക്കെ, ആപ്പിൾ A1 to A5. അപ്പോൾ A1 to A5 ആപ്പിൾ എന്നുള്ളൊരു വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇപ്പോൾ 3 പ്രാവശ്യം ആപ്പിൾ വന്നിട്ടുണ്ട്, അപ്പോൾ റിട്ടേൺസ് 3. ഒന്നുമില്ലെങ്കിൽ റിട്ടേൺ 0 തരും. ഓക്കെ, ഇനി കോൺകാറ്റിനേറ്റ്. കോൺകാറ്റിനേറ്റ് എന്താ? 2 സ്ട്രിങ്ങിൻ്റെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൺകാറ്റിനേറ്റ് എന്ന് ഫംഗ്ഷൻ. ഓക്കെ, കോൺകാറ്റിനേറ്റ് ഹെലോ എന്ന് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്, കോമ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെലോ സ്പേസ് വേൾഡ്, അതിനാണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് നൗ. നൗ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡേറ്റും ടൈമും കൂടി റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് നൗ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ച് നമ്പേഴ്സിൻ്റെ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈക്വൽ ടു സം ഓഫ് A1 to A10. അപ്പോൾ A1 തൊട്ട് A10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് ആ സെല്ലിൽ റിസൾട്ടായിട്ട് വരിക. ഓക്കെ, സം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്, ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. വൈ ഡു കമ്പ്യൂട്ടർ സിസ്റ്റം നീഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്? വിച്ച് ടെക്നിക് ഡു ആൻറ്റിവൈറസ് പ്രോഗ്രാം യൂസ് ടു ഐഡൻറ്റിഫൈ വൈറസ്? ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്? എന്ത് ടെക്നിക്ക് വെച്ചിട്ടാണ് വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 6 മാർക്കാണ് അതിന്. അപ്പോൾ എന്താണ് ആൻറ്റിവൈറസ് നിങ്ങൾക്ക് പറയാം. അടുത്തത്, അപ്പോൾ ആൻറ്റിവൈറസ് എന്തുകൊണ്ടാണ് ആൻറ്റിവൈറസിൻ്റെ ആവശ്യം വരുന്നതെന്ന്? നമ്മുടെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മാൽവെയേഴ്സ് ആണ്. വൈറസ്, വോംസ്, ട്രോജൻ അങ്ങനത്തെ ഉള്ള മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ത്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്. ഡാറ്റ സെക്യൂരിറ്റി തരുന്നുണ്ട് ഇല്ലേ? അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി തരുന്ന ഒരാളാണ് ആര്? ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം സ്റ്റെബിലിറ്റി, ക്രാഷ് എന്നൊക്കെ നമ്മുടെ സിസ്റ്റത്തിന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ പെർഫോമൻസ് ഡിഗ്രേഡേഷൻ ഒക്കെ വരുമ്പോൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും? ആൻറ്റിവൈറസ് കൊണ്ട് പറ്റും. റിയൽ ടൈം പ്രൊട്ടക്ഷൻ, എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ സിസ്റ്റത്തിനെ. പ്രൈവസി പ്രിസർവേഷൻ ഒക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, കീലോഗ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ഷൻ നൽകും. ഏത്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റക്ഷൻ നടത്താമെന്നാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സിഗ്നേച്ചർ ബേസ്ഡ് ഡിറ്റക്ഷൻ എന്നാണ് ആദ്യത്തെ മെത്തേഡിന് പറയുക. സിഗ്നേച്ചർ ബേസ്ഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും വൈറസിൻ്റെ. ആ പാറ്റേൺ നോക്കിയിട്ട് എന്ത് ചെയ്യുക? വൈറസ് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സിഗ്നേച്ചർ ബേസ്ഡ് ഡിറ്റക്ഷൻ. ഇപ്പോൾ ഫയൽസ് തന്നെ പലതരത്തിൽ കോപ്പി ചെയ്തിടുക. ഇപ്പോൾ സെയിം ഫയൽ തന്നെ 10 പ്രാവശ്യം ഉണ്ടാക്കുക, നമ്മളറിയാതെ ഫോൾഡേഴ്സ് കുറേ ക്രിയേറ്റ് ചെയ്യുക, ഒന്നുമില്ലാത്ത ഫോൾഡേഴ്സൊക്കെ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈറസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. പിന്നെ സിസ്റ്റം സ്ലോ ആവുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള പാറ്റേണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ വൈറസ് എന്നാണ് മീനിങ്. അപ്പോൾ അങ്ങനെയുള്ള പാറ്റേണുകളൊക്കെ വെച്ചിട്ട് വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സിഗ്നേച്ചർ ബേസ്ഡ്. ഹ്യൂറിസ്റ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സസ്പീഷ്യസ് കോഡ് കണ്ടു, അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെ എന്തോ വൈറസ് വന്നിട്ടുണ്ടെന്ന് അനാലിസിസ് നടത്തുന്നതാണ് ഹ്യൂറിസ്റ്റിക് അനാലിസിസ് എന്ന് പറയാം. ബിഹേവിയറൽ മോണിറ്ററിങ്, അതാണ് നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുക, നമ്മളറിയാതെ തന്നെ വേറെ ഏതെങ്കിലും ആപ്പുകൾ ഓൺ ആവുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളറിയാതെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് നമുക്കുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ക്രിയേറ്റ് എ ബിഹേവിയറൽ മോണിറ്ററിംഗ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ അനുസരിച്ച് മോണിറ്റർ ചെയ്യുക. അടുത്തത് ക്ലൗഡ് ബേസ്ഡ് ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ ഗ്ലോബലി നമ്മുടെ ത്രെട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലൗഡ് ബേസ്ഡ് ഡിറ്റക്ഷൻ ഉള്ളത്. പിന്നെ സാൻഡ് ബോക്സിങ് എന്ന് പറഞ്ഞാൽ
സസ്പീഷ്യസ് ആയിട്ടുള്ള ഫയൽസിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് അനാലിസിസ് നടത്തുക. ഇപ്പം എനിക്ക് തോന്നുകയാണ് ഈ ഡോട്ട് വെച്ചിട്ട് നമ്മുടെ എക്സ്റ്റൻഷൻ്റെ ഫയല് നമ്മുടെ സിസ്റ്റത്തുമായിട്ട് മാച്ച് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതാണ് സാൻഡ് ബോക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ആൻറ്റിവൈറസിനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക കേട്ടോ നിങ്ങളതിൽ. അടുത്തത് എന്താണ് IP അഡ്രസ്? അടുത്ത ക്വസ്റ്റ്യൻ F. What are IP address? Explain the structure of a IP address with a block diagram. Also explain the term DNS and its utility. അപ്പോൾ IP അഡ്രസ്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എന്താ IP അഡ്രസ്സ്? നമ്മൾ ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു യുണീക്ക് അഡ്രസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് IP അഡ്രസ്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഡെഫിനീഷൻ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് 2 തരത്തിലുള്ള IPകളുണ്ട്. IPv4 ഉണ്ട്, IPv6 ഉണ്ട് എന്നറിയാം. IPv വേർഷൻ 4 എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് അഡ്രസ്സാണ്, മറ്റേത് 128 ബിറ്റ് അഡ്രസ്സാണ്. ഇനി IPv4 എങ്ങനെയാണ് ഒരു IP അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യുക? നിങ്ങൾ കൊടുക്കുക 192.168.11. പിന്നെ ഓരോ ഒക്ടറ്റ് എന്നാണ് പറയുക, അതൊക്കെ കൊടുക്കുക കേട്ടോ. ഒക്ടറ്റ് എന്നാണ് പറയുക. 0 to 255 വരെയാണ് ഒരു ഒക്ടറ്റിൻ്റെ വാല്യൂ വരിക. ആ കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ IPv6 ഉണ്ട് എന്ന് പറഞ്ഞാൽ IPv4 കൊണ്ടുള്ള IP അഡ്രസ്സുകൾ മതിയാവാതെ വന്നപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തതാണ് IPv6. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 4 ബിറ്റ് വെച്ചിട്ട് 8 ഒക്ടറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. 8 ഒക്ടറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് IPv. ഇനി ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇത്. ബ്ലോക്ക് ഡയഗ്രാമത്തിൽ ഇതാ ഇങ്ങനെയാണ് കൊടുക്കുക. 4 എണ്ണത്തിന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ ആദ്യത്തെ ഭാഗം നെറ്റ്വർക്ക് ID, അത് ക്ലാസ് ഏതാണെന്നനുസരിച്ചിട്ടാണ് നെറ്റ്വർക്ക് ID മാറുക കേട്ടോ. അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബ്ലോക്കിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക നിങ്ങൾ, നെറ്റ്വർക്ക് ID, ഹോസ്റ്റ് ID എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ക്ലാസ് എയിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇനി ഡൊമൈൻ നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡൊമൈൻ നെയിം എങ്ങനെയാണ് വരുന്നത്? ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ DNS സെർവർ, ഡൊമൈൻ നെയിം സെർവർ എന്നാണ് പറയുക. ഇപ്പം നമുക്കൊരു IP അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് നെയിം കിട്ടണം. അല്ലെങ്കിൽ www.gmail.com എന്ന് കിട്ടിയാൽ അതിൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആരോട് ചോദിച്ചാൽ മതി? DNS സെർവറാണ് അതിന് തരിക. ഓക്കെ, ഇനി DNSൽ എങ്ങനെയാണ്? ഒരു ഹയറാർക്കിക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? ഹയറാർക്കിക്കൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഓരോ ഡൊമൈൻ നെയിമും അത് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താ? കീ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നെയിംസ് റിമെമ്പർ ചെയ്യുക എന്ന് വെച്ചാൽ 192.168.10.1 എന്നുള്ള IP അഡ്രസ്സ് ആണോ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു നെയിം ആലോചിക്കുകയാണോ നിങ്ങൾക്ക് നല്ലത്? നെയിമാണ് അല്ലേ? അപ്പോൾ അതിന്ന് നമ്മളെ റിമെമ്പറിങ് നെയിംസ് ആണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് DNS സെർവർ ഉള്ള കാരണമാണ്. IP ചേഞ്ചുകൾ, ഓട്ടോമാറ്റിക് IP ചേഞ്ചുകൾ ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റിയാണ്. ലോഡ് ബാലൻസിങ്, ഇതൊക്കെ എന്താണ്? യൂട്ടിലിറ്റീസ് ആണ് കേട്ടോ. പിന്നെ യൂസർ ഡൊമൈൻ, ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു യൂസർ ഒരു ഡൊമൈൻ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുക ഏത് സെർവറിനാണ്? DNS സെർവറിനാണ് കൊടുക്കുക. DNS സെർവർ അതിൽ എന്ത് ചെയ്യും? IP അഡ്രസ്സുകൾ ആ ഡാറ്റാബേസിൽ പോയിട്ട് ലുക്കപ്പ് ചെയ്യും. IP അഡ്രസ്സുകൾ നമ്മുടെ ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടുന്നു, സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? IP അഡ്രസ്സ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വീണ്ടും ABC ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് വേരിയസ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ നിങ്ങൾക്ക് അറിയാം പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്താ നോക്കണം. എന്താണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്? ഡിസിപ്ലിൻ ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, മാനേജിങ് റിസോഴ്സസ് ടു ബ്രിങ് അബൌട്ട് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ, പ്ലാനിങ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഇനി അതിലെന്തൊക്കെ വേണം? ഒരു ടെമ്പററി എൻഡവർ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിന് ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ടാവണം. അതുപോലെ പ്രൈമറി ചലഞ്ച് എന്ന് പറയുന്നത് കോസ്റ്റ്, സ്കോപ്പ്, റിസോഴ്സസുകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സെക്കൻഡറി ചലഞ്ച് എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ, കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അലോക്കേഷൻ നടക്കണം. ഇൻപുട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ വരിക? പ്ലാനിങ് വരും, മോണിറ്ററിങ് വരും, റിസ്ക് മാനേജ്മെൻറ്റ് വരും, റിസോഴ്സ് മാനേജ്മെൻറ്റ് വരും, കൺട്രോൾ വരും, ക്വാളിറ്റി അഷുറൻസ് വരും. ഓക്കെ, അതിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം, എത്ര ടൈം വേണം, എന്തൊക്കെ റിസോഴ്സ് വേണം എന്നൊക്കെ ഉള്ളതൊക്കെ ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. ഷെഡ്യൂളിംഗ് ഒക്കെ നടത്തുക. മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്താണ് പ്രോഗ്രസ്, നമ്മുടെ പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് മോണിറ്ററിംഗ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും റിസ്ക് വരും അല്ലേ? നമ്മൾ പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അപ്പോൾ ആ റിസ്കിനെ മാനേജ് ചെയ്യുക.
റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സുകൾ വേണം, ടെക്നിക്കൽ റിസോഴ്സ് വേണ്ടി വരും, ചിലപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് മെഷർമെൻറ്റ്, കറക്റ്റീവ് പ്രിവെൻറ്റീവ് മെഷർമെൻറ്റ് നമ്മൾ എടുക്കണം, അത് നോക്കുക. ക്വാളിറ്റി അഷുറൻസ്, ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, കറക്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണോ, യൂസർ പറഞ്ഞ ഔട്ട്പുട്ട് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, ഇത്രയാണ് അതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫ്ലോ ചാർട്ടാണ്. n നമ്പർ ആൻഡ് പ്രൊഡ്യൂസ്, n നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, അതൊന്നും നമുക്ക് അതിൻ്റെ സ്മോളസ്റ്റ് നമ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ഫ്ലോ ചാർട്ടാണ്. ഇതൊരു ഫ്ലോ ഇല്ലാതെയാണ് കിടക്കുന്നത്, നമുക്കൊരു ഫ്ലോയിൽ അതിനെ മാറ്റാം. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ടിന് എന്തൊക്കെയാണ് ഉണ്ടാവുക, സ്റ്റാർട്ട് വേണം, എൻഡ് വേണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് വേണം, എൻഡ് അല്ലെങ്കിൽ സ്റ്റോപ്പ് വേണം. അതിനെ നമ്മൾ റൗണ്ടഡ് റെക്ടാങ്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ റോംബസ് കണ്ടീഷൻ ചെക്കിങ്ങിന്, റെക്ടാങ്കിൾ എന്തിനാണ്, കാൽക്കുലേഷന്, പിന്നെ പാരലോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ടിനാണ്. അപ്പോൾ ഇത്രയും നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, സ്റ്റാർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തായാലും എഴുതുക. അപ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. സെക്കൻഡ് എന്താണ്, റീഡ് എൻ നമ്പേഴ്സിനെ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, റീഡ് എൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്നത് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലോട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ നമ്പറിനെ, ഫസ്റ്റ് നമ്പറിനെ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്പറിന് ഇൻപുട്ട് കൊടുക്കുക. സെറ്റ് എന്നുള്ള കീവേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് i = 1 എന്നൊക്കെയാണ് പറയുക. അപ്പോൾ സെറ്റ് എന്ത് ചെയ്യും, ഞാൻ സ്മോളസ്റ്റ് = ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുകയാണ്, ഞാൻ 80, 20, 60, 50, 10 ഇങ്ങനെയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് ആദ്യത്തെ നമ്പർ എൻ്റെ സ്മോളസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടാമത്തെ നമ്പർ പോയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ നമ്പർ സ്മോളസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ആയിട്ട് ആരേനെ എടുക്കും, 20 എടുക്കും. പിന്നെ എന്ത് ചെയ്യും, 20, 16 തമ്മിൽ കമ്പയർ ചെയ്യും, അതിലേതാ സ്മോളസ്റ്റ് നോക്കും. ഓക്കെ, അതിൽ 20 ആണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഇതിൻ്റെ ഫ്ലോ പോണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സ്മോളസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത നമ്പറിന് എടുക്കണം. അടുത്ത നമ്പർ, സോറി ഇതല്ല കേട്ടോ, നമുക്കൊന്നും കൂടി ചെയ്യാം കേട്ടോ. ഏതാണ്, സ്റ്റാർട്ട് എഴുതി, റീഡ് എൻ കൊടുത്തു, എന്നിട്ട് സെറ്റ് ചെയ്തു, ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് നീട്ടത്തിൽ വരയ്ക്കാം കേട്ടോ, ഫസ്റ്റ് നമ്പർ എന്ന് കൊടുത്തു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, കറണ്ട് നമ്പർ അതെന്ന് വെച്ചാൽ അടുത്ത നമ്പർ സ്മോളസ്റ്റിനേക്കാളും ചെറുതാണോ നോക്കി, ഇപ്പോഴത്തെ നമ്പറിനേക്കാളും നമ്മുടെ ഫസ്റ്റ് നമ്പറിനേക്കാളും ചെറുതാണോ കറണ്ട് നമ്പർ നോക്കി. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ കമ്പാരിസൺ ആയ കാരണം നമ്മളിവിടെ എന്ത് കൊടുക്കണം, ഇവിടെ റോംബസ് ആണ് കേട്ടോ, തെറ്റിയതാണേ. ഇവിടെ റോംബസ് ആണ് കൊടുക്കേണ്ടത്, കണ്ടീഷൻ ചെക്കിംഗ് ആണ്. അപ്പം ഞാൻ റോംബസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് ആൻസർ വരും, യെസ് എന്നുള്ള ആൻസറും വരും, ഇപ്പുറത്ത് നോ എന്നുള്ള ആൻസറും വരും. സ്മോളസ്റ്റ് നമ്പർ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത നമ്പറിനെ എന്താക്കി വെക്കണം, സ്മോളസ്റ്റ് ആക്കിയിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ നോ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞത്, നമ്മുടെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ഇവിടേക്ക് വരുന്നതിനെയാണ് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ, അവസാന സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. സ്മോളസ്റ്റ് നമ്പർ എന്നുള്ളത് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, എൻഡ് ചെയ്യാണ് ചെയ്യുക. ഇത് ഏത് എൻഡാണ്, ഇത് നോ എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ എൻഡാണ്. ഇനി യെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, യെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്മോളസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സെറ്റ് അടുത്ത നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്മോളസ്റ്റ് = കറണ്ട് നമ്പർ ആക്കിയിട്ട് മാറ്റണം. എന്നിട്ട് വീണ്ടും അടുത്ത നമ്പറിനെ നമ്മൾ റീഡ് ചെയ്യണം, മോർ നമ്പേഴ്സ്. ഓക്കെ, യെസ് ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ഇവിടേക്ക് തിരിച്ചു പോകണം, ഇവിടേക്ക് തിരിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് യെസ് ആണെങ്കിൽ, പിന്നിട്ട് ലാസ്റ്റ് എൻഡിലേക്ക് കിടക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്തൊക്കെ ചെയ്യുക, ആദ്യം സ്റ്റാർട്ട് കൊടുക്കുക, ഇൻപുട്ട് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ റീഡ് എന്ന് കൊടുക്കുക, സ്മോളസ്റ്റ് = ഫസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുക, കറണ്ട് നമ്പർ ലെസ് ദാൻ സ്മോളസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് ചെക്ക് ചെയ്യാൻ നമ്മൾ റോംബസ് ആണ് യൂസ് ചെയ്യുക. ആ റോംബസിനാണ് 2 ഇൻപുട്ട് വരിക, യെസ് ഔട്ട്പുട്ട് വരിക, യെസ്സും നോയും വരും. നോ ആണെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത നമ്പറിനെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും യെസ്സും നോയും കണ്ടിന്യൂ ചെയ്തിട്ട് നോ ആണെങ്കിൽ ഔട്ട്പുട്ട് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, എൻഡ് ചെയ്യുക.
ഇനി അല്ല അടുത്തൊരു നമ്പറാണ് സ്മോളസ്റ്റ് എങ്കിൽ അതിനെ എന്താക്കി മാറ്റുക, നമ്മൾ സ്മോളസ്റ്റ് ആക്കിയിട്ട് നോക്കുക, പുതിയ നമ്പേഴ്സ് ഇനിയും ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാറ്റ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് വയ ഗൈഡഡ് ആൻഡ് അൺഗൈഡഡ് മീഡിയ. എക്സ്പ്ലെയിൻ 2 modes ഫ്രം ഈച്ച് കാറ്റഗറി. ഈച്ച് കാറ്റഗറിയിലത്തെയും രണ്ടെണ്ണത്തിനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈഡഡ് മീഡിയ ആൻഡ് അൺഗൈഡഡ് മീഡിയ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗൈഡഡ് മീഡിയ ആൻഡ് അൺഗൈഡഡ് മീഡിയ 6 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഗൈഡഡ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊരു ഫിസിക്കൽ പാത്ത് ഉണ്ട് ഡാറ്റ ട്രാൻസ്മിഷൻ എങ്കിൽ അത് ഇറ്റ് ഈസ് ഗൈഡഡ്. അൺഗൈഡഡ് എന്ന് പറയുന്നത് എയറിലൂടെയോ സ്പേസിലൂടെയോ ഒക്കെയാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുക. അപ്പോൾ എന്തില്ല, അങ്ങനെ ഒരു പാത്ത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഗൈഡഡിൽ വരുന്നത് ട്വിസ്റ്റഡ് പെയറും ഒപ്റ്റിക്കൽ ഫൈബറും കോയാക്സിയൽ കേബിൾസും ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചാണ് മാത്രം. ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോൾ 2 വയർ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതിന് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കണ്ടു, ക്രോസ് നോയ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഉള്ളിൽ കോപ്പർ വയർ ഉണ്ടാവും, ചില ടൈമിൽ അതിന് പുറത്ത് ഷീൽഡിംഗ് ഒക്കെ ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. ഒപ്റ്റിക്കൽ ഫൈബറിൽ വരുന്നത് നമ്മൾ ലൈറ്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ സ്ട്രക്ചറിൽ നടുക്കൊരു കോർ ഉണ്ടായിരിക്കും, പുറത്ത് ക്ലാഡിങ് ഉണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങളൊരു ഫിഗറൊക്കെ വരച്ചിട്ട് അത് കൊടുക്കുക. ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് 100 MHz ആണ്. പിന്നെ ഹൈ സ്പീഡ് നെറ്റ്വർക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഇതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അൺഗൈഡഡ് മീഡിയ വരുമ്പോൾ നമുക്ക് പറയാം എയറിലൂടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുക. അത് റേഡിയോ വേവ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, അതൊക്കെ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. റേഡിയോ വേവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓംനി ഡയറക്ഷനിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ പോവും. ബിൽഡിങ്ങൊക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മൊബൈൽ നെറ്റ്വർക്കൊക്കെ റേഡിയോ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുക. മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ്, യൂണി ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ആൻറ്റിനയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് മൈക്രോവേവ് ആണ്. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ആൻറ്റിനയും തമ്മിൽ എന്ത് വേണം, ഒരു ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പെനിട്രേഷൻ എന്ന് വെച്ചാൽ ഒരു വോളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ ഇതിന് പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടാവണം എന്ന് പറയുന്നത്. ഡാറ്റ റേറ്റ് കൂടുതലാണ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, ഇങ്ങനത്തെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഏതാണ്, what are optical memories, how are they useful, explain briefly and 4 type of optical disc. അപ്പോൾ ഇതിൽ നമുക്ക് 8 മാർക്കാണ് വരുന്നത്. ഓരോന്നും 8 മാർക്ക്, ഓരോന്നിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ മെമ്മറീസ് എന്താണെന്നറിയാം. നമുക്കറിയാം സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ലേസർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡും റൈറ്റും യൂസ് ചെയ്യുന്നതിനെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുക. ഒപ്റ്റിക്കൽ റിഫ്ലക്ഷൻ ഓഫ് പാറ്റേൺ ഡിസ്ക് സർഫസിലാണ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ CD യും DVD ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്, കുറേ നാൾ നമുക്ക് എടുത്തു വെക്കാനൊക്കെ പറ്റും. ലൈഫ് സ്പാൻ 50 to 20 years വരെ എന്തുണ്ട്, അതിന് ലൈഫ് സ്പാൻ ഉണ്ട്. അതിൻ്റെ ടൈപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് CD തന്നെ CDR പറഞ്ഞു, നമ്മൾ CD-ROM പറഞ്ഞു, CDR, CDRW ഒക്കെ പറഞ്ഞു. ആ കാറ്റഗറീസ് ഒക്കെ പറയാം കേട്ടോ. ഒരു 700 MB വരെയാണ് മാക്സിമം CD-ക്ക് വരിക. കോമ്പാക്ട് ഡിസ്ക് ഫുൾ ഫോം അതാണ്. റീഡ് റൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. DVD-യിലും അതുപോലെ തന്നെയാണ്. DVD-R ഉണ്ട്, DVD-ROM ഉണ്ട്, DVD-RW ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. DVD എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് പറയുക. ഓക്കെ, അതിൻ്റെ കപ്പാസിറ്റി ഒരു 8.5 GB വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. പിന്നെ ബ്ലൂറേ ഡിസ്ക് ഉണ്ട്. അപ്പോൾ ബ്ലൂറേ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്, ഹൈ ഡെഫിനിഷൻ ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്. ഒരു 50 GB വരെയൊക്കെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഗെയിംസ്, മൂവീസൊക്കെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതന്നെ കുറച്ച് വലുതാക്കി എഴുതിയാൽ തന്നെ എന്തുണ്ട്, 8 ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്കുണ്ട്. 4 ടൈപ്സ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. 4 ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഡിസ്ക് കേട്ടോ. അപ്പോൾ ഇത് 4 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്, എക്സ്പ്ലെയിൻ ദി വേരിയസ് ക്ലൗഡ് സർവീസസ് ആൻഡ് ഹൗ ദേ ആർ ബെനിഫിറ്റ് ഓർഗനൈസേഷനെ എങ്ങനെ ക്ലൗഡ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ കീ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ക്ലൗഡ് ബേസ്ഡ്. അപ്പോൾ ക്ലൗഡ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒന്നും നമ്മുടെ ഫിസിക്കൽ സിസ്റ്റത്തിൽ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ റിസോഴ്സുകളൊക്കെ തരുന്ന ആൾക്കാരാണ് ആര്, ക്ലൗഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്യണമെന്ന് മാത്രം. സ്റ്റോറേജ് നൽകും, ഹാർഡ്വെയർ റിസോഴ്സുകൾ തരും, സോഫ്റ്റ്വെയർ റിസോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആക്കാം. മെമ്മറി കിട്ടും, നമ്മുടെ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ ഒരു ക്ലൗഡിൻ്റെയാണ്. ഇപ്പോൾ വലിയ കമ്പനിയുടെയൊക്കെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റേനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലൗഡ് യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ അവരൊരു ഫിസിക്കൽ സ്റ്റോറേജ് മേടിക്കുന്നതിന് പകരം അവർ എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് എന്ത് ചെയ്തോളും, ക്ലൗഡ് ഉണ്ടാകുമ്പോൾ
അവരെന്നെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തോളും. നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് പർച്ചേസ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യണതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവർക്ക് അത് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ അതിൻ്റെ ഹെൽപ്പ് വരുന്നത്. അപ്പോൾ കൺസ്യൂമർ ഡസ് നോട്ട് ഓൺ ഹാർഡ്വെയർ ആൻഡ് നമുക്ക് സ്വന്തമായിട്ട് ഹാർഡ്വെയറും ഇതൊന്നും വേണ്ട. സർവീസസ് മോഡൽ ഏതൊക്കെയാണെന്ന് പറയണം കേട്ടോ. സാസ് സോഫ്റ്റ്വെയർ തരുന്നത്, പ്ലാറ്റ്ഫോം തരുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്, 3 കാറ്റഗറി വരുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എഫിഷ്യൻസി തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പേ ചെയ്താൽ മതി. സ്കെയിലബിലിറ്റി, നമുക്ക് എത്ര റിസോഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. സെൽഫ് സർവീസ്, നമുക്ക് വേറെ റിസോഴ്സുകളുടെ ഒന്നും അത്യാവശ്യം വേണ്ട, IT അസിസ്റ്റൻസ് ഒന്നും വേണ്ട. ആക്സസ് ചെയ്യാൻ പറ്റും റിസോഴ്സിനെ, നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. സെക്യൂർഡ് ആണ്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റുകളൊക്കെ അവർ തന്നെ ചെയ്തോളും. സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് നമ്മൾ മറന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോളും. ഓക്കെ, അതാണ് ക്ലൗഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. അടുത്തത് കൊളാബറേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വെബ് ആപ്ലിക്കേഷൻ. വാട്ട് ഇസ് വിക്കി? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഫോർ വിച്ച് ഇറ്റ് ഇസ് യൂസ്ഡ്. ഓക്കെ, 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ വരുന്നത്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. നമുക്ക് ഒരു വർക്ക് ചെയ്യാണ്, കുറേ ആൾക്കാർ ഒരുമിച്ച് ടുഗെദർ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ആൾക്കാർ വെബ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്കിംഗ് ഇനിയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൊളാബറേഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ടൈമിൽ എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് റിസോഴ്സുകൾ ഷെയർ ചെയ്യാൻ പറ്റും, നോളജ് ഷെയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ വിക്കി എന്ന് പറയുന്നത് വാട്ട് ഐ നോ ഈസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ഇപ്പം ഇഗ്നുവിൻ്റെ വിക്കി ഉണ്ട്, വിദ്യാധാര എന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നുവിൻ്റെ വിക്കി ഉണ്ട്. അതെന്താ, നമുക്ക് എന്ത് ചെയ്യാനാണ്, ഇഗ്നുവിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഇഗ്നുവിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, എക്സാം ആയോ, കോഴ്സ് ഡീറ്റെയിൽസ്, കണ്ടൻറ്റ്, സിലബസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വിക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, കൊളാബറേറ്റീവ് വെബ്സൈറ്റ് ആണ്, അലോയിങ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് ഓർഗനൈസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അത് വ്യൂ ചെയ്യാം, അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് വെബ്സൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിക്കി എന്ന് വിളിക്കുന്നത്. വാട്ട് ഐ നോ ഈസ് എന്ന് പറയുന്നത് എറ്റിമോളജി എന്ന് അതിൻ്റെ സ്റ്റഡിക്ക് പറയുക. ഓക്കെ, അപ്പോൾ ഒരു നോളജ് ഡ്രിവൻ കമ്മ്യൂണിറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു വിക്കി കൊണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കൊളാബറേറ്റീവ് എഡിറ്റിംഗ് നടത്താം, മൾട്ടിപ്പിൾ യൂസേഴ്സിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ ഈസി പേജ് ലിങ്കിങ്, അടുത്തടുത്ത പേജിലോട്ട് മൂവ് ചെയ്യാൻ കുഴപ്പമില്ല. ചേഞ്ച് ഹിസ്റ്ററി, നമുക്ക് ഇതുവരെ നമ്മുടെ പേജിൽ എന്തൊക്കെ ചേഞ്ച് വന്നു ആ മോഡിഫിക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡിസ്കഷൻ ഫീച്ചേഴ്സ്, നമുക്ക് ഈ പേജിലുള്ള കണ്ടന്റിനെ കുറിച്ച് ഡിബേറ്റ് ഒക്കെ നടത്താൻ പറ്റും. ഓക്കെ, വിക്കി ആപ്ലിക്കേഷൻ എവിടെയൊക്കെ, നോളജ് മാനേജ്മെന്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ നമുക്ക് ഈസി ആയിട്ട് നടത്താം, ടീം കൊളാബറേഷൻ നടക്കാം, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇത്രയാണ് വിക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. IP-യുടെ കാര്യം ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കരുത് നിങ്ങൾ, ആ IP അഡ്രസ്സിൻ്റെ ഭാഗം കേട്ടോ. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്രസ്സിനെ അല്ലെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയുക. അപ്പോൾ IPv4 ഉണ്ട്, 6 ഉണ്ട്, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കേട്ടോ. 4 അക്റ്റാണ്, ഇതിൽ 8 ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ഒരു എക്സാമ്പിളും കൊടുക്കുക, ഇവിടെയും നിങ്ങളൊരു എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, പിന്നെ പർപ്പസ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ABC എന്ന് പറഞ്ഞിട്ട് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ. ഇതും കഴിഞ്ഞ് നേരത്തെ കൊടുത്ത എക്സാമ്പിൾ തന്നെയാണ്. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡാറ്റ പാക്റ്റിനെ കറക്റ്റ് അഡ്രസ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റും പബ്ലിക്കും ഒക്കെ ആയിട്ടുള്ള നെറ്റ്വർക്കിലോട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ടൈപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിലേതൊക്കെയാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണ്, അതിൽ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ, CHK ഡിസ്ക്, ഡാറ്റ കംപ്രഷൻ, ഡിസ്ക് മാനേജ്മെൻറ്റ്, ആ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതിൻ്റെ കൂടെ നമ്മൾ പറയുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. നമ്മുടെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഗ്രാം റൺ ചെയ്യലൊന്നല്ല ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ വേണ്ട ഡിസ്ക് ക്ലീനപ്പ്, റിക്കവറി, ഫ്രാഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ഡിസ്ക് ചെക്കിങ്,
അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതിൽ ചെയ്യുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നത്. അതിൽ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കിൽ പല മെമ്മറി കുറേ സ്ഥലത്ത് അവിടെ ഇവിടെ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ സ്കാറ്റർ ചെയ്യണേനെ ഒരുമിപ്പിക്കണേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഫയലൊക്കെ കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് സേവ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്താണ്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ ആണ് ചെയ്യുക. ഓക്കെ, ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള മെമ്മറീനെ ഒരുമിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. അത് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യണതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ്. ഡാറ്റ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എന്താണ്, ലാർജ് സൈസുള്ള ഫയൽസ് ആണെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യുക, ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഡാറ്റ കംപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോറേജ് എഫിഷ്യൻസി കുറച്ചും കൂടി കൂട്ടാൻ പറ്റും. ഇപ്പോൾ 5 MB ഉള്ള ഒരു ഇതിനെ കംപ്രസ് ചെയ്തിട്ട് 1 MB ആക്കി കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി നല്ലതാണ്. കാരണം 1 MB സ്റ്റോറേജ് മതി, 5 MB സ്റ്റോറേജ് വേണ്ട. അതന്നെ ലോസി ഉണ്ട്, ലോസ്ലെസ് ടൈപ്പ് ഓഫ് ഒക്കെ എന്തുണ്ട്, ഈ കംപ്രഷൻ ടെക്നിക്സ് ഉണ്ട്. ലോസി എന്നൊക്കെ പറയുമ്പോൾ ഡാറ്റ മിസ്സാവും, ലോസ്ലെസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ മിസ്സാവാൻ പാടില്ല. അങ്ങനത്തെ ടൈപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. CHK ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് സ്കാൻ ചെയ്യുക, എറേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CHK ഡിസ്ക്. എറർ ഡിറ്റക്ഷനും ഫയൽ സിസ്റ്റം റിപ്പയറിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുക, ഫോർമാറ്റിംഗ് നടത്തുക, മാനേജ് ചെയ്യുക, വോളിയം അതൊക്കെ നോക്കണതാണ് എന്ത്, ഡിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മാൽവയേഴ്സ് എന്താണ്, 3 മാൽവയേഴ്സിനെ കുറിച്ച് എഴുതുക. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അതിലേതൊക്കെയാണ് വരിക, വാട്ട് ആർ മാൽവെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുക. അത് നമ്മുടെ സിസ്റ്റം ഡിസ്ട്രപ്റ്റ് ചെയ്യും, ഡാമേജ് ചെയ്യും, അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, മാൽവെയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ടൈപ്പിൽ വരുന്നത് ഏതൊക്കെയാണ്, വൈറസ് വരാം, റാൻസം വയർ വരാം, സ്പൈ വയർ ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ അറിയാം, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാമാണ്. ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടായി അത് 1000 1 lakh ഒക്കെ ഇത്രയോ സമയത്തിനുള്ളിൽ, ഒരു ചെറിയ സമയത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ സിസ്റ്റം പെർഫോമൻസ് കുറയാണ് ചെയ്യുക. ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് CPU പ്രോസസ്സറിന് ടൈം ഉണ്ടാവുള്ളൂ, ഈ റെപ്ലിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യണത്, ബ്രേക്ക് ആവണത്. ഓക്കെ, അപ്പോൾ എന്താണ്, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെയാണ് സാധാരണ വൈറസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിന് വരിക. ഓക്കെ, ഒരു എക്സാമ്പിളാണ് കേട്ടോ ഐ ലവ് യു വോം എന്ന് പറയുന്നത്. എന്താണ്, ഇമെയിൽ വഴി വരുന്ന ഒരു വൈറസാണ് ഈ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് റാൻസം വയറാണ്. റാൻസം എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ തന്നെ എന്താ പറയുക, എൻക്രിപ്റ്റ് ചെയ്യും. അത് വിക്ടിം ഫയൽസിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ വല്ലവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡീക്രിപ്ഷന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ട അവസ്ഥയാവും. അതിനെയാണ് റാൻസം വെയർ. നമ്മൾ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് റാൻസം മേടിക്കുക, ആ ഒരു ചെയ്യുന്ന രീതി. ഇതെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിൻ്റെ ഡാറ്റയൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും, എന്നിട്ട് ആ കീ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കേണ്ട അവസ്ഥയാവും. അപ്പോൾ അതൊക്കെ റാൻസം വയറിന് എക്സാമ്പിൾ. WannaCry എന്ന് പറയുന്നത് ഒരു റാൻസം വയറാണ് കേട്ടോ. ഒരു 150 കൺട്രീസിലുള്ള സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു റാൻസം വയറിന് എക്സാമ്പിളാണ് WannaCry. അടുത്തത് സ്പൈ വയർ ആണ്. അതെന്താണ്, നമ്മുടെ ഡാറ്റ സീക്രട്ടായിട്ട് ഗ്യാദർ ചെയ്യുന്ന ആൾക്കാരേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പൈ വയർ എന്ന് വിളിക്കുക. ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഒരു യൂസറൊക്കെ എന്ത് ചെയ്യാണ്, അൺഓതറൈസ്ഡി അല്ലെങ്കിൽ ഓതറൈസേഷൻ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, നമ്മുടെ നോളജ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഡാറ്റേനെ സീക്രട്ട്ലി ഗ്യാദർ ചെയ്യുക അല്ലെങ്കിൽ സീക്രട്ടായിട്ട് ഇൻഫോർമേഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പൈ വയർ എന്ന് വിളിക്കുക. കീ ലോഗേഴ്സ്, നമ്മൾ പാസ്വേഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നാണ്, അതിൻ്റെ സർവീസസ് എന്തൊക്കെയാണ്. ഓക്കെ, 5A ട്ടാ, 5ാമത്തേലെ A ക്വസ്റ്റ്യൻ ആണത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാം എന്താണ്, ഇറ്റ് ഇസ് എ ബ്രിഡ്ജ് ആണ് അല്ലെങ്കിൽ ഇൻ്റർഫേസ് ആണ്. ആര് തമ്മിൽ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിനെയാണ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുക. അതൊരു റിസോഴ്സ് മാനേജർ എന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വിളിക്കുക. ഏതൊക്കെ റിസോഴ്സിനെയാണ് മാനേജ് ചെയ്യുന്നത്, മെമ്മറി ഉണ്ട്, പ്രോസസ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഫയൽ ഉണ്ട്, IO കൺട്രോൾ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, കമാൻഡ് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അത് 2 ടൈപ്പിലുണ്ട്, ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ഉണ്ട്, GUI ഉണ്ടെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് കേട്ടോ. ഫയലുകളെ ഓർഗനൈസ് ചെയ്യണം, പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്യണം, അതുപോലെ മെമ്മറി മാനേജ് ചെയ്യുക, IO കൺട്രോള്, സെക്യൂരിറ്റി, ഇതൊക്കെയാണ് എന്ത് വരിക, OSൻ്റെ സർവീസസിൻ്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, CPU is a complex IC chip having millions of transistors.
ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് CPU ആൻഡ് എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് വിത്ത് ഡയഗ്രാം ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, CPU-ൻ്റെ ഡയഗ്രാം വരയ്ക്കണം. ഇങ്ങനെയൊന്നും വരയ്ക്കണം എന്നില്ല കേട്ടോ. CPU-ൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് അത് മാത്രം എഴുതിയാൽ മതി. ഏതൊക്കെയുള്ളത്? ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തും നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ALU കൺട്രോൾ യൂണിറ്റ് ആണ് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ ആയിട്ട് വരുന്നത്. CPU എന്ന് വരച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അതിലുള്ള ഓരോന്നിനും പറയുക. കോംപ്ലക്സ് ആയി ചിപ്പ് തന്നെയാണ്. കാരണം എന്താ പറയുക, CPU-നെ നമ്മൾ വിളിക്കുക ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ്. ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് അതിലുണ്ട് അല്ലേ, ഓരോ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. ഒരു കോംപ്ലക്സ് ആർക്കിടെക്ചർ തന്നെയാണ്. ഓക്കെ, ഇനി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് CPU-ന് നമ്മൾ പറയുക. എല്ലാ അരിത്തമെറ്റിക് കാൽക്കുലേഷനും എല്ലാം ചെയ്യുന്നത് എവിടെയാണ്? CPU ആണ് ചെയ്യുന്നത് അല്ലേ. പെർഫോമൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് സ്പീഡ് ഭയങ്കര കൂടുതലാണ്, ക്യാഷ് സൈസ് ഉണ്ട്, നമ്പർ ഓഫ് കോറുകളായിട്ട് നമുക്ക് 2 പ്രോസസ്സറൊക്കെ മൾട്ടി കോർ സിസ്റ്റംസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, ഓരോ CPU-നും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യുന്ന ആളാണ് ALU. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക, ഡയറക്ഷൻ കൊടുക്കുക, സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ ചെയ്യാറാണ് കൺട്രോൾ യൂണിറ്റ് ആണ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. ആ രജിസ്റ്റേഴ്സിനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം കേട്ടോ. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. ഓക്കെ, ചെറിയ സൈസ് ആയിരിക്കും, സ്മോൾ സൈസ് ആയിരിക്കും. നമ്മളിപ്പോൾ സമ്മൊക്കെ ചെയ്യുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്യുക ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെയിൽ മെർജ് എന്താണ്? വേരിയസ് സ്റ്റെപ്പ് ഓഫ് മെയിൽ മെർജ് എന്താണെന്ന്. അപ്പോൾ മെയിൽ മെർജ് എന്താണെന്ന് അറിയാം നമുക്ക്. എന്താ, ഒരു ലെറ്റർ അല്ലെങ്കിൽ നമുക്ക് ഒരു 100 ആൾക്ക് ഒരുമിച്ച് സെൻഡ് ചെയ്യണം, അഡ്രസ്സ് മാത്രമാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിലെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്, മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിലിംഗ് എന്ന് പറഞ്ഞ ടാബിലാണ് മെയിൽ മെർജ് ഉള്ളത്. വേർഡിൻ്റെ മെയിൽ മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് എന്തുള്ളത്, ഈ മെയിൽ മെർജ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഡോക്യുമെൻ്റ് ഓട്ടോമേഷൻ എന്നാണ് നമ്മൾ അതിന് വിളിക്കുന്ന പേര്. ഓക്കെ, മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ടെംപ്ലേറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ മെർജ് ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് സെറ്റ് ചെയ്യണം, ഡാറ്റാ സോഴ്സ് ഉണ്ടാവണം. ഇത്രയാണ് എന്തുള്ള കമ്പോണൻറ്റ് വേണ്ടത്. പർപ്പസ് എന്ന് പറഞ്ഞിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ് മെയിൽ മെർജ്. പിന്നെ ഇത് എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു ഫൈനൽ സ്റ്റെപ്പുകൾ വരുന്നത് എന്തൊക്കെയാണ്? ആദ്യം നമുക്കൊരു ഡോക്യുമെൻറ്റ് ടെംപ്ലേറ്റ് ഉണ്ടാവണം. നിങ്ങൾ എന്താണോ ലെറ്റർ അയക്കാൻ പോകുന്നത് അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ആ ലെറ്ററിൽ റെസ്പെക്റ്റഡ് സാർ അല്ലെങ്കിൽ ഇൻ അഡ്രസ് എന്നൊക്കെ നമ്മൾ മുകളിൽ കൊടുക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മെർജ് ഫീൽഡുകൾ ഇൻസേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ മെർജ് ഫീൽഡുകൾ വേണ്ടത് അത് ഇൻസേർട്ട് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, എന്തൊക്കെ ഡാറ്റയാണ് നമ്മൾ മെർജ് ഫീൽഡായിട്ട് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കറസ്പോണ്ടിങ് ഡാറ്റ സോഴ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, സിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ നിങ്ങൾ മെർജ് ഫീൽഡായിട്ട്. മെർജ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഷീറ്റിൽ എക്സ്ട്രാ വരുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ടോപ്പിക് അല്ലാതെ പുതിയതായിട്ട് വരില്ലേ. ഇപ്പോൾ അഡ്രസ്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സാർ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ, അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റാ സോഴ്സ് പോയിട്ട് ക്രിയേറ്റ് ആക്കണത്. ഓക്കെ, അപ്പോൾ ആ ഡാറ്റാ സോഴ്സ് നിങ്ങൾ ഏതെങ്കിലും കോളംസ് ആയിട്ട് എക്സലോ ഏതെങ്കിലും ഡാറ്റാബേസ് DBMS ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസോ ഏതെങ്കിലും വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫീൽഡും അതും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, മെർജ് ചെയ്താൽ മതി. ലാസ്റ്റ് നമുക്ക് മെർജ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓരോ ലെറ്ററിലും ഡിഫറെൻറ്റ് മെർജ് ഫീൽഡുകൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ വൺ നമുക്ക് ലാസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൽ മെർജുമായിട്ട് വരുന്ന ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഏതൊക്കെ ടോപ്പിക്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു.